يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബയ്യിന ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ. സൂറത്തുൽ ബയ്യിന ഖുർആനിലെ 98-ാമത്തെ സൂറയാണ്. അവതരണക്രമത്തിൽ 101-ാമത്തേതാണ്. 8 ആയത്തുകളാണ് ഇതിലുള്ളത്. 74 കലിമത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ 74 പദങ്ങളുണ്ട്. 399 അക്ഷരങ്ങളും ഉണ്ട്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാപ്പോൾ എല്ലാ സൂറയും തുടങ്ങുന്ന സമയത്ത് അക്ഷരങ്ങളുടെ കണക്കൊക്കെ പറയുന്നത് എന്ന്. അതുണ്ട്, അത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ആ ആധിക്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അക്ഷരങ്ങളുടെ എണ്ണം പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ നന്മകൾക്കും 10 ഇരട്ടി പ്രതിഫലം, മിനിമം 10 ഇരട്ടി പ്രതിഫലം എന്നത് അള്ളാഹുവിൻ്റെ പോളിസിയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് നമ്മൾ ഓതിയാൽ, ഒരു അക്ഷരം നമ്മൾ മൊഴിഞ്ഞാൽ അതിനും മിനിമം 10 ഹസനത്താണ് അള്ളാഹു തആല തരാൻ പോകുന്നത്. അപ്പൊ ഈ സൂറയിൽ 399 അക്ഷരങ്ങളുണ്ട് എന്ന് വെച്ചാൽ 399 × 10 കൊണ്ട് അതിനെ ഗുണിച്ചാൽ 3990 ഹസനത്തുകൾ, നന്മകൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ബയ്യിന ഓതി തീരുമ്പോഴേക്ക് 3990 ഹസനത്തുകൾ, നന്മകൾ നമ്മുടെ ഏടുകളിൽ രേഖപ്പെട്ടു കഴിഞ്ഞു എന്ന്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല എത്ര വലിയ ഔദാര്യവാനാണ്. നമുക്ക് വാരിക്കോരി തരാണ്. നമ്മൾ ചെയ്യേണ്ട പണി നമുക്കുള്ളൂ. നമ്മൾ ചെയ്യാൻ റെഡിയായാൽ മതി, നമ്മൾ ഓതാൻ റെഡിയായാൽ മതി, നമ്മൾ പറയാൻ റെഡിയായാൽ മതി. അല്ലാഹു തആല തരാൻ എമ്പാടും റെഡിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് ഇതിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പറയുന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ നമ്മുടെ പാരായണവും മറ്റുമൊക്കെ. എല്ലാ ശ്രമങ്ങളും അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഈ സൂറത്തുൽ ബയ്യിന അവതരിച്ചത് സൂറത്തുൽ ഹശ്റിന് മുമ്പാണ്, സൂറത്തുൽ തലാഖിന് ശേഷവും ആണ്. സാധാരണ അറിയപ്പെടുന്ന പേര് ബയ്യിന എന്ന് തന്നെ. 6 പേരുകൾ വേറെയും ഈ സൂറക്കുണ്ട്. ബയ്യിന അടക്കം വേറെ 6 പേരുകൾ ഇതിനുണ്ട്. അൽ ഖയ്യിമ എന്ന് പേരുണ്ട്, അൽ ഇൻഫിക്കാഖ് എന്ന് പേരുണ്ട്, അഹ്ലുൽ കിതാബ് എന്ന് പേരുണ്ട്, ലം യകുനില്ലദീന കഫറു എന്ന പേരിലും അറിയപ്പെടും, അൽ ബരിയ എന്ന പേരിലും അറിയപ്പെടും, അൽ ബയ്യിന നമ്മൾ പറഞ്ഞല്ലോ. 6 പേരുകളിലാണ് ഈ സൂറ അറിയപ്പെടുന്നത്, സൂറത്തുൽ ബയ്യിന എന്ന പേര് അടക്കം. മക്കിയയായ സൂറയാണിത്. മദനിയാണ് എന്നും ചെറിയൊരു അഭിപ്രായം ഈ സൂറയെ സംബന്ധിച്ച് ഉണ്ട്. ഏതായാലും ഇത് സംബന്ധമായിട്ട്, ഇതിൻ്റെ ശ്രേഷ്ഠത സംബന്ധമായി പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. വലിയ പ്രതിഫലമുള്ള സൂറയാണ് ഇതും. ആളുകൾ ഈ സൂറത്തുൽ ബയ്യിനയിൽ ഉള്ളത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അവരതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവർ മെനക്കെടുമായിരുന്നു, തയ്യാറെടുക്കുമായിരുന്നു എന്നൊക്കെ പല പണ്ഡിതന്മാരും ഈ സൂറയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ സൂറ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്യുന്നത് എന്നും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉബയ്യെ, നിനക്ക് ലം യകുനില്ലദീന കഫറു എന്ന സൂറ ഓതി കേൾപ്പിക്കാൻ അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു. ഉബയ്യ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷമായി. അദ്ദേഹം ചോദിച്ചു നബി തങ്ങളോട്, അല്ല നബിയെ, എന്റെ പേര് പറഞ്ഞു അല്ലാഹു? തങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ സൂറ ഉബയ്യ് ഇബ്നു കഅബിനെ ഓതി കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്. അത് അങ്ങനെ ഉബയ്യിനോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ പേര് അല്ലാഹു പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, അദ്ദേഹം കരഞ്ഞു എന്നാണ് സന്തോഷം കൊണ്ട്. അല്ലാഹു ഒരാളെ പേര് പറയല്ലേ, കരഞ്ഞു എന്നാണ് സന്തോഷം കൊണ്ട്. മാഷാ അല്ലാഹ്. എന്നിട്ട് അത് ഓതിക്കൊടുത്തു എന്നാണ്.
ഹദീസിൽ കാണാം, അള്ളാഹു സമ്മാനിലക്ക, അള്ളാഹു എൻ്റെ പേര് അങ്ങയോട് പറഞ്ഞു തന്ന നബിയെ. വദുക്കിർതു ഇൻദ റബ്ബിൽ ആലമീൻ, എൻ്റെ പേര് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ അടുക്കൽ പറയപ്പെട്ടോ നബിയെ. അള്ളാഹു എൻ്റെ പേര് പറഞ്ഞോ. സന്തോഷം കൊണ്ട് ഫദർഫത ഐനാഹു, കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ്. എന്തൊരു ഭാഗ്യാണത്. ഈ സൂറയാണ് അദ്ദേഹത്തിന് ഓതി കൽപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന് ചില പ്രത്യേകതകളും പോരിശുകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയല്ലേ. എന്തൊരു ഭാഗ്യാണല്ലേ. ചില ആളുകൾക്ക് അങ്ങനെയാണ്, വല്ലാത്ത ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. ചില ആളുകളുടെ പേര് അള്ളാഹു തആല പറയാ, ചില ആളുകൾക്ക് അള്ളാഹു തആല സലാം പറഞ്ഞേക്കുക അല്ലേ. ഖദീജ ബി റളിയല്ലാഹു അൻഹ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സലാം കിട്ടിയ മഹദിയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലിരിക്കുന്ന സമയത്ത്, ഹിറാ ഗുഹയിലിരിക്കുന്ന സമയത്ത് ഖദീജ ബി റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. മല കയറി വരികയാണ്. ഒരുപാട് ദൂരം നടന്ന് പുതിയാപ്പിളക്കുള്ള ഭക്ഷണവുമായിട്ട് മഹദി അവറുകൾ നടന്നു വരികയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, തങ്ങളോട്, നബിയെ, ഖദീജ ബീവി അതാ വരുന്നുണ്ട്, അവരടുക്കൽ നിങ്ങൾക്കുള്ള ഭക്ഷണത്തിന്റെ പാത്രവുമുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് എത്തിയാൽ ഫഖ്റഅ അലൈഹസ്സലാമ മിൻ റബ്ബിഹാ, അവരുടെ റബ്ബിൽ നിന്നുള്ള സലാം അവരെ നിങ്ങൾ അറിയിക്കണം. അല്ലാഹു തആല അവരുടെ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. വമിന്നി, എന്റെ സലാമും അവരെ അറിയിക്കണം. മാത്രമല്ല, സ്വർഗത്തിൽ നല്ലൊരു വീടും മഹദിക്ക് അല്ലാഹു തആല പണിത് വെച്ചിട്ടുണ്ട് എന്നും നിങ്ങൾ അറിയിക്കണം. ഇത് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അങ്ങനെ ഖദീജ ബി റളിയല്ലാഹു അൻഹ കയറി വന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി. ഗുഹക്കകത്ത് അകത്തെത്തിയപ്പോ അവിടെ നിന്ന് ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ അങ്ങോട്ട് കൈമാറി. അള്ളാഹുവിന്റെ സലാമും ജിബ്രീലിന്റെ സലാമും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു ഖദീജ ബി റളിയല്ലാഹു അൻഹയോട്. ഒരു നിമിഷം മഹദി അവർകൾ എങ്ങനെയാണെന്ന് മടക്കേണ്ടത് എന്നാലോചിച്ചു പോയി. വളരെ പെട്ടെന്ന് അതിന് മറുപടി കിട്ടുകയും ചെയ്തു. മഹദി അവർകൾ ആ സലാം മടക്കിയത് എങ്ങനെയാണെന്നറിയോ? നമ്മളൊക്കെ ആകുമ്പോൾ അന്തം പെടൂലേ. അള്ളാഹുവിന് സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ സലാം മടക്കുക? വഅലൈക്കും സലാമെന്നോ? എങ്ങനെയത് മടക്കുക? ഖദീജ ബി റളിയല്ലാഹു അൻഹ തന്റേടിയായ, വളരെ പക്വമതിയായ, ബുദ്ധിമതിയായ സ്ത്രീയായിരുന്നു. മഹദി അവർകൾ അതിന് സലാം മടക്കി. എങ്ങനെയാണെന്നറിയുമോ? ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക യാ റസൂലല്ലാഹ് അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലാ മൻ സമിഅ അസ്സലാമ ഇല്ല ശൈത്താൻ. ഇങ്ങനെയാണ് സലാം മടക്കിയത്. ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു തന്നെയാണല്ലോ സലാം, സമാധാനം അള്ളാഹുവാണ്. അള്ളാഹുവിനോട് അങ്ങോട്ട് സലാം പറയാൻ പറ്റൂലല്ലോ. ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു തന്നെയാണ് സലാം. എന്നിട്ട് പിന്നെ ഓരോരുത്തർക്കും മടക്കാണ്. വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിനും സലാം ഉണ്ടാവട്ടെ. വഅലൈക യാ റസൂലല്ലാഹി അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, തങ്ങളെ അങ്ങേക്കും സലാം ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ സലാമും റഹ്മത്തും ബറക്കത്തും ഉണ്ടാവട്ടെ. വഅലാ മൻ സമിഅ അസ്സലാം, എന്റെ ഈ സലാം ആരൊക്കെ കേട്ടിട്ടുണ്ടോ അവർക്കൊക്കെ സലാം ഉണ്ടാവട്ടെ, ഇല്ല ശൈത്വാൻ, പിശാചിനൊഴികെ. ഇങ്ങനെയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ അതിന് സലാം മടക്കിയത്. എല്ലാവർക്കും ആ സലാം കേട്ട ആളുകൾക്കൊക്കെ സലാം മടക്കുകയാണ്. ഒന്ന് എടുത്തു പറഞ്ഞു, ഇല്ല ശൈത്താൻ, പിശാചിനൊഴികെ, അവനതുണ്ടാകാൻ പാടില്ലല്ലോ. ഇങ്ങനെയാണ് മടക്കിയത്. ഭാഗ്യവതികളാണ് അവർ, മാഷാ അല്ലാഹ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വലിയ ശ്രേഷ്ഠതകളുള്ള മഹാനായ സഹാബിയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിനുണ്ട്. കാത്തിബുൽ വഹയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട 4 സഹാബികളിൽപ്പെട്ട ആളുകളായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇവരെല്ലാവരും തങ്ങളുടെ കാലത്ത് വഹയ് എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട സഹാബികളായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ സംഭവം കൂടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പനി ചോദിച്ചു വാങ്ങിയ ആളാണ് എന്നാണ്. പനി ചോദിച്ചു വാങ്ങിയ ആൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിഞ്ഞു കിട്ടിയപ്പോൾ ചോദിച്ചു, തങ്ങളെ, മാ ജസാഉൽ ഹമ്മ, പനി വന്നാൽ അതിന്റെ പ്രതിഫലം എന്താണ്? ഒരാൾക്ക് പനി പിടിപെട്ടാൽ അല്ലാഹു തആല എന്ത് പ്രതിഫലമാണ് അദ്ദേഹത്തിന് കൊടുക്കുക? അപ്പൊ തങ്ങൾ പറഞ്ഞു, പനിയുള്ള ആൾക്ക് ഹസനാത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹസനാത്തുകൾ അങ്ങനെ അദ്ദേഹത്തിന്റെ നന്മകളിൽ, ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വല്ലാത്ത പൂതിയായി. അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ നിന്നോട് പനിയോ ചോദിക്കുന്നു, പക്ഷേ ലാ തംനഉനി ഖുറൂജൻ ഫീ സബീലിക, നിന്റെ വഴിയിൽ യുദ്ധത്തിന് പോവാനോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാനോ മറ്റുള്ള ആരാധനകൾക്കോ ഒന്നും തടസ്സം വരാത്ത രൂപത്തിൽ എനിക്കൊരു പനി തരണമേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ്. എന്നിട്ട് പിന്നെ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, എപ്പോ ആര് അദ്ദേഹത്തെ തൊട്ടാലും അദ്ദേഹത്തിന് പനി ഉണ്ടാകുമായിരുന്നു.
സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്രയും മഹാനായ സ്വഹാബിക്കാണ് അല്ലാഹു തആല പേര് പറഞ്ഞിട്ട് സൂറത്തുൽ ബയ്യന ഓതിക്കൊടുക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടത്. ഈ സൂറയിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ മുശ്രിക്കീങ്ങളും അഹ്ലി കിതാബുമാണ് ഇതിലെ ചർച്ചാ വിഷയം. എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളും വേദക്കാരെന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളായ ജൂതന്മാരും ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളെന്ന് പറയുന്ന ക്രിസ്ത്യാനികളും. ഈ വേദക്കാരെയും മുശ്രിക്കീങ്ങളുടെയും ഇവരെ രണ്ടു കൂട്ടരുടെയും നിലപാടിനെ വിമർശിക്കുകയാണ് അല്ലാഹു തആല ഈ സൂറയിൽ പ്രധാനമായി ചെയ്യുന്നത്. അവർ ഖുർആനെ നിഷേധിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു. സത്യത്തിൽ അവർ ഇതുവരെ കാത്തിരിക്കുകയായിരുന്ന ഒരു പ്രവാചകനെ, തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ വരും എന്ന് പ്രവചിക്കപ്പെട്ട ഒരു പ്രവാചകനെ ആവേശപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു ഈ മുശ്രിക്കീങ്ങളും അഹ്ലി കിതാബിൽപ്പെട്ട ആളുകളും. പക്ഷെ വന്നപ്പോൾ അവർ നേരെ കളം മാറി ചവിട്ടി എന്ന് മാത്രമല്ല, ഉപദ്രവിക്കാനും എല്ലാ നിലക്കും ദേഹോപദ്ര അടക്കം ഏൽപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ശരിയായില്ല. കൃത്യമായ ബയ്യന നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടും, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ബയ്യന വന്നു കിട്ടിയിട്ടും നിങ്ങൾ എന്തേ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് അല്ലാഹു തആല അവരെ ആക്ഷേപിക്കുകയാണ് ഈ സൂറയിലൂടെ. അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു വിചിത്രവാദം കൂടി ഉണ്ടായിരുന്നു. അതായത്, ഞങ്ങൾ ഏത് മതത്തിലാണോ മുമ്പുണ്ടായിരുന്നത് അതേ മതം തന്നെ സ്വീകരിക്കാനാണ് അല്ലാഹു തആല ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വെറുമൊരു വാചകമടിയും അവർക്കുണ്ടായിരുന്നു. അതിനെയും അല്ലാഹു തആല ഈ സൂറയിൽ നഖശികാന്തം എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ഈ നിലപാട് തുടരുകയാണെങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അതും വിവരിക്കുന്നു. നിങ്ങൾ ശർറുൽ ബരിയയാണ്. ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ശർറുൽ ബരിയ, ഏറ്റവും മോശക്കാരായ ആളുകളാണ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശക്കാരായ ആളുകളാണ് എന്നും അല്ലാഹു തആല സമർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ഈ വഴിക്കൊന്നും പോകാതെ അള്ളാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് കൃത്യമായി നല്ല ചൊവ്വായ വഴിയിൽ ദീൻ ശരിക്ക് ഉള്ളിലേക്കെടുത്ത് ദീനനുസരിച്ച് മുന്നോട്ട് നടക്കുന്ന ആളുകൾക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലവും അല്ലാഹു തആല അവരെക്കുറിച്ച് തൃപ്തനാണെന്നും, രണ്ടുപേരും അള്ളാഹു ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും തൃപ്തരാണെന്നും ഒക്കെ പറയുന്ന മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന അവരുടെ അവസ്ഥകൾ വിവരിക്കുന്ന ഒരു ആയത്തുകളും വെച്ചിട്ടാണ് ഈ സൂറ അവസാനിക്കുന്നത്. ഇതാണ് ഈ സൂറത്തിന്റെ പ്രമേയം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അർത്ഥഭാഗങ്ങൾ നമുക്കിനി പഠിക്കാം. ഓരോ സൂറയും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും നമ്മൾ അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പഠിക്കാം. ഒന്നാമത്തെ സൂറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ലം യകുനില്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ ആയിരുന്നില്ല, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽപ്പെട്ട, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിലുംപ്പെട്ട, ബഹുദൈവ വിശ്വാസികളിലും വേദക്കാരിലും പെട്ട സത്യനിഷേധികളായ ആളുകൾ ആയിരുന്നില്ല. എന്തായിരുന്നില്ല? മുൻഫക്കീന, സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിരുന്നില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ, ഇവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നതുവരെ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോകുന്നവരായിട്ടില്ല അഹ്ലി കിതാബിലും മുശ്രിക്കീങ്ങളിലും പെട്ട കാഫിരീങ്ങളായ ആളുകൾ. നമ്മുടെ ഇൻഷാ അല്ലാഹ് അതിന്റെ ആശയം പറയുന്നതിന് മുമ്പ് പല ആളുകളും സഹോദരിമാരടക്കം പലരും തജ്വീദ് പറയണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ചില കഴിയുന്ന അവസരങ്ങളിൽ കുറച്ച് തജ്വീദിന്റെ നിയമങ്ങൾ കൂടെ പറഞ്ഞു തന്നാൽ ഓതുന്ന സമയത്ത് അത് പാലിക്കാനും കൊണ്ടു നടക്കാനും എളുപ്പമാണ് എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് അതിന്റെ നിയമങ്ങളും പഠിക്കാം. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇവിടെ ഈ സൂറയിൽ ഈ നമ്മൾ ഓതി വെച്ച ഒന്നാമത്തെ ആയത്തിൽ വരുന്ന ചില തജ്വീദിന്റെ ഭാഗങ്ങൾ നമുക്ക് സാന്ദർഭികമായി പഠിക്കാം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.